മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ റിനോ ആന്റോ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ബ്രസീൽ ആരാധകൻ കൂടിയാണ് റിനോ സ്വാഗതം. ബ്രസീലിന്റെ ഫാനാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും ബ്രസീൽ ഈ നോക്കൌട്ട് മത്സരത്തിന് ഇറങ്ങുമ്പോൾ റിനോ എന്ന ഫുട്ബോളർക്ക് എങ്ങനെയാണ് നോക്കുന്നത് ഇന്നത്തെ മത്സരം? ജപ്പാൻ എങ്ങനെയൊക്കെയാണ് ബ്രസീലിന് വെല്ലുവിളിയാകാൻ പോവുക? ഭയങ്കര ഡിഫിക്കൽട്ട് മാച്ച് ആയിരിക്കും. കാരണം എല്ലാവരും ഞാൻ നോക്കുമ്പോ ഇപ്പൊ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ അറിയാം, എല്ലാവരും ബ്രസീലിനെതിരാ. ബ്രസീൽ തോൽക്കണം. അർജന്റീന ഫാൻസ് കുറെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. അപ്പൊ ബ്രസീൽ തോൽക്കാൻ വേണ്ടി നിക്കാം. പക്ഷെ ശരിക്കുള്ള കളി നോക്കുമ്പോഴും നമുക്ക് ഭയങ്കര ടഫായിരിക്കും. പണ്ടത്തെ ജപ്പാനല്ല ഇപ്പോ. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അവരുടെ ഈ പാസുകളും അവരുടെ ഫൈനൽ തേർഡിലേക്ക് വരുന്ന കൗണ്ടർ അറ്റാക്കും ഭയങ്കര ഫാസ്റ്റാണ്. അപ്പൊ ബ്രസീലായാലും ശരിക്കുള്ള കളി അങ്ങോട്ട് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഈ നെയ്മാറും അവർക്കും വരുമ്പോഴാണ് മിഡ്ഫീൽഡിലൊക്കെയും ആ ഒരു റിതം വരുള്ളൂ. അപ്പൊ എന്തായാലും കുറച്ച് സമയം എടുത്തിട്ടാണ് ഒന്ന് ക്ലിക്കായി വന്നിട്ടില്ല. അപ്പൊ വിനീഷ്യസ് നല്ല ഫോമിലാണ്, ടോപ്പ് സ്കോറർ ആവാനുള്ള ഒരു ഫോമിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നല്ല കളിയായിരിക്കും. എന്താ പറയാ, തീപാറും കളി എന്ന് പറയില്ല നമ്മുടെ നാട്ടില്, അതുപോലെ ആയിരിക്കും. അതെ, ഉറപ്പായിട്ടും തീവാർന്ന കളി തന്നെ അങ്ങനെ ആകണമല്ലോ ബ്രസീലിന്റെ മത്സരം. റിനോ, ഈ കഴിഞ്ഞ മത്സരങ്ങൾ നോക്കുമ്പോൾ ഈ 3 മത്സരത്തിൽ 7 ഗോളുകൾ അടിച്ചു ബ്രസീൽ. ഓരോ മത്സരത്തിലും ബ്രസീൽ മെച്ചമായി വരുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ആഞ്ചലോട്ടി എന്ന പരിശീലകന്റെ ഒരു മികവൊക്കെ അദ്ദേഹം ടീമിനെ സെറ്റാക്കി എടുക്കുന്നതൊക്കെ നമുക്ക് പ്രകടമായ തന്നെ കളത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഫൈൻ ട്യൂൺ ചെയ്ത് ഫുൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് ടീമിനെ. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രസീലിന് അവരുടെ ഒരു ശൈലി ഉണ്ടല്ലോ, ആ ശൈലി മറുവശത്ത് ജപ്പാനാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് എത്തുന്ന ഒരു വിങ്ങുകളിലൂടെയുള്ള അതിവേഗ ശ്രമങ്ങൾ, ഇതിനൊക്കെ എന്തായിരിക്കും ആഞ്ചലോട്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു മറുപടി? എങ്ങനെയാണ് അത് നേരിടാൻ പോവുക? ഇപ്പൊ എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉള്ളത് നെയ്മാർ കളിക്കില്ല എന്നാണ്. കാരണം ബ്രസീൽ നമ്മൾ പണ്ട് തൊട്ടേ നോക്കി കഴിഞ്ഞാൽ അറ്റാക്കിംഗ് ഫുട്ബോളിന് അധികം നോക്കണത്. അതായത് ഏറ്റവും നല്ല പ്ലേയേഴ്സ് അവിടുന്ന്, സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് വന്നിട്ടുള്ളത് അവിടുന്ന് മാത്രമാണ്. ഇപ്പൊ നമ്മൾ വേൾഡ് കപ്പിൽ നോക്കിയാലും ഇപ്പൊ ഭയങ്കര ഫാസ്റ്റ് ഗെയിം, അതായത് 1 ടച്ച് 2 ടച്ച് ഗെയിമാണ്. അപ്പൊ ബ്രസീലാണെങ്കിൽ പണ്ട് തൊട്ടേ സ്കിൽഫുൾ ഗെയിമാണ്. അപ്പോ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. ആ ഒരു വ്യത്യാസത്തില് ശരിക്കും ഇപ്പൊ നെയ്മാർ അറിയില്ല കളിക്കുമെന്ന്. കാരണം 15 മിനിറ്റോ 30 മിനിറ്റോ ഒക്കെ ആവും ചിലപ്പോൾ കളിക്കുള്ളൂ. കാരണം ഇഞ്ചറിന്ന് വന്നിട്ടുള്ളൂ. ആൾക്ക് ഫുൾ ടൈം ആയിട്ട് 90 മിനിറ്റ് കളിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഇതില് മിഡ്ഫീൽഡിലാണ് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഡിഫൻസിൽ ഇപ്പൊ കുഴപ്പമില്ല. മൊത്തത്തിൽ ഇപ്പോ ബ്രസീൽ ഇപ്പോ പതുക്കെ ഈ പറഞ്ഞ പോലെ പതുക്കെ മാച്ചുകൾ, ഇപ്പോ ഫസ്റ്റ് മാച്ച് അത്ര ഫോം ആയില്ല, പക്ഷെ സെക്കൻഡ് മാച്ച് ബെറ്ററായി, തേർഡ് മാച്ച് ബെറ്ററായി, ഇപ്പൊ ക്വാർട്ടർ എത്തി. ഇപ്പോ ഞാൻ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, സ്ലാത്തും പറഞ്ഞത് ചിലപ്പോ നെയ്മാറിനെ എടുത്ത് വെച്ചേക്കാവുന്നു. ഈ ക്വാർട്ടറിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള പോലെ വെച്ചിട്ടില്ല. കാരണം ഇഞ്ചുറി ഒന്നും ഇല്ല എന്ന് പറയണ എല്ലാവരും. കാരണം ആ ഒരു എന്താ പറയാ, സംരക്ഷിച്ചു വെച്ചേക്ക ആഞ്ചലോട്ടി. അവർക്കറിയാം ഈ എക്സ്പീരിയൻസ് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് ശരിക്കും ഇപ്പൊ ജപ്പാനായിട്ട് വരുന്നത്. പക്ഷെ ജപ്പാൻ ശരിക്കും നോക്കി കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് കളി തൊട്ടേ, പക്ഷെ അവര് ഗ്രൂപ്പ് സെക്കൻഡ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ. നെതർലാൻഡിന്റെ കളി നമുക്ക് കാണാം 2-2 ഭയങ്കര കളിയായിരുന്നു. അപ്പൊ ആ ഒരു ഇത് നോക്കുമ്പോ അവർക്കും ഇപ്പൊ യൂറോപ്യനിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ പ്ലേയേഴ്സ് ക്യൂബോ ആയാലും കമാഡി ആയാലും കുറെ നല്ല പ്ലേയേഴ്സ് ഇപ്പൊ അവിടുന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ ബ്രേക്ക് ത്രൂ ചാനലുകളും അതൊക്കെ അടയ്ക്കണമെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ ബ്രസീലിന്റെ താരങ്ങൾ കഴിയുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇപ്പോൾ റിനോ പറഞ്ഞ പോലെ നെയ്മർ ആണ് ഒരു തുറുപ്പ് ചുരു ട്രംപ് കാർഡെങ്കിൽ, അതിപ്പോൾ ക്വാർട്ടറിലേക്കുള്ള ട്രംപ് കാർഡായിട്ട് നെയ്മർ എത്തുകയാണെന്ന് കരുതുക. എങ്ങനെയായിരിക്കും ആഞ്ചലോട്ടി ആ ടീമിനെ അറേഞ്ച് ചെയ്യുക? ആ ഫസ്റ്റ് 11 ഓൾറെഡി സെറ്റാണ്. ആ ടീമിനെ എങ്ങനെ മാറ്റി കുറിക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമില്ലേ? മാറ്റങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഇപ്പൊ നെയ്മാർ കളിക്കണ്ടെങ്കിൽ നമ്പർ 10 ആയിട്ട് കളിക്കും. അവന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കളിക്കൂ. അപ്പൊ എവിടെയാണ് മാറ്റങ്ങൾ വരാന്ന് നമുക്ക് നോക്കിയിരിക്കണം. കാരണം റഫീന ഇഞ്ചുറി ആയപ്പോ കൂന വന്നിട്ട് ഗോൾ അടിച്ചു. അപ്പോ പെട്ടെന്നുള്ള ഒരു ചേഞ്ച് മിക്കതും ഫസ്റ്റ് ലെവലിൽ മിക്കതും ഉണ്ടാവില്ല. ചേഞ്ച് ചെയ്യണ്ടെങ്കിൽ ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലായിരിക്കാം. ഫസ്റ്റ് ഹാഫിൽ കളിച്ചാൽ അതൊരു സർപ്രൈസ് ആയിരിക്കാം എല്ലാവർക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഈ സർപ്രൈസ് ഉണ്ടാവോ. കാരണം നെയ്മാറിന് എല്ലാവർക്കും ഇപ്പൊ കഴിഞ്ഞ കളി കളിച്ചിട്ടും 15-20 മിനിറ്റ് കളിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടാക്കിയത് മൊത്തം കളിച്ച ആൾക്കാരായിട്ട് കൂടുതൽ നെയ്മാറാണ്. അപ്പൊ ആ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡിന്റെ ഒരു പ്രത്യേകത നെയ്മാറിനുണ്ട്. അപ്പൊ എന്തായാലും ജപ്പാനൊന്ന് ചെറിയൊരു പേടി ഉണ്ടാവും ആ നെയ്മാർ വന്ന ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യണതിന്. ഓക്കെ, ഇനി ബ്രസീലിന്റെ ഈ മത്സരത്തിൽ ജപ്പാൻ എതിരാളികളായി വരുമ്പോൾ അവിടെ ഒരുപാട് ബ്രസീൽ ആരാധകരുണ്ടാകും. ലോകമെമ്പാടുമുള്ള ആരാധക പിന്തുണയിൽ ഉറപ്പായിട്ടും ജപ്പാനേക്കാൾ പിന്തുണ ബ്രസീലിനായിരിക്കും. ആ സ്റ്റേഡിയത്തിലും അത് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു.
അപ്പോൾ ആ ഒരു ഫാക്ടർ ഏതെങ്കിലും തരത്തിൽ ബ്രസീലിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടോ റീനോ? ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങള് ബ്രസീലില് ഇഞ്ചുറി ആയ നെയ്മാറിനെ സെലക്ട് ചെയ്തപ്പോൾ ഒരു ഡിഫറൻസ് നിങ്ങൾ കണ്ടില്ല. ലോകത്ത് പോലും അങ്ങനെ ഒരാളും ആദ്യമായിട്ട് ഞാൻ കണ്ട ഇഞ്ചുറി ആയിട്ട് ഇത്ര അധികം ആഘോഷിച്ചത്, അതായത് നെയ്മാർ തിരിച്ചു വരാൻ. അപ്പൊ അതിന്റെ ഒരു മാർക്കറ്റിംഗ് നിങ്ങൾ നോക്കി ചോദിച്ചാൽ ആ ഒരു പ്ലെയറിനെ പറ്റിയിട്ട് ആളുടെ വലിപ്പം, അതായത് അവർക്ക് ഓൾറെഡി അറിയാം നമ്മൾ ക്വാർട്ടർ എത്തും നെയ്മാറിന് ആ സമയത്ത്. അപ്പൊ ആൻസലോട്ട് എടുത്ത് ഭയങ്കര റിസ്ക്കാ. ബ്രസീലിയന്റെ പ്രസിഡന്റ് വരെ പറഞ്ഞില്ലേ, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളെ നെയ്മാറാണ്. അപ്പൊ സ്വന്തം രാഷ്ട്രത്തിൽ നിന്ന് തന്നെ ചില ആൾക്കാര് എതിരുണ്ട്. പക്ഷെ ആ ഒരു വ്യത്യാസം ചിലപ്പോ ഇന്ന് നെയ്മാറിന് ഉണ്ടാക്കാം ആ ഗ്രൂപ്പില്. അപ്പൊ എല്ലാതും മാറി മറിയും. അപ്പൊ നെയ്മാർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാ. ഇപ്പൊ റൊണാൾഡോ, മെസ്സി, അവരുടെ പോലെ ഒരു ബ്രാൻഡാണ് നെയ്മാർ. ഇവരൊക്കെയും ഈ കൊല്ലം കഴിഞ്ഞ കളി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇവരൊക്കെ ശരിക്കും മിസ് ചെയ്യും. അപ്പൊ ഇവരൊക്കെയും എൻജോയ് ചെയ്യാ ശരിക്കും. കാരണം ഇതൊക്കെ എൻജോയ് ചെയ്യാനാണ് ഈ വേൾഡ് കപ്പിൽ അധികം ആൾക്കാർ വന്നിട്ടുള്ളത്. ഈ ജപ്പാന്റെ ഡിഫൻസ്, ഈ അതിവേഗത്തിലുള്ള അറ്റാക്കുകൾ പറയുമ്പോൾ തന്നെ ജപ്പാന്റെ ഡിഫൻസും സ്ട്രോങ് ആണ്. ഇപ്പോൾ അവർ 7 ഗോൾ സ്കോർ ചെയ്തു. ഈ ജപ്പാന്റെ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ വിനീഷ്യസിനോ അല്ലെങ്കിൽ ക്യൂഞ്ഞയ്ക്കോ ഒക്കെ കഴിയുമോ? മാത്രമല്ല ഇപ്പോൾ റഫീഞ്ഞ പോയപ്പോൾ പകരം വന്ന റയനും നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ കൂടുതൽ ബോക്സിലേക്ക് പന്തെത്തിക്കുക, ആ ഡിഫൻസ് വാൾ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും ബ്രസീലിന്? ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഇപ്പൊ 3 കളിയായിട്ട് 2 ടീമും അപ്പുറത്തും ഇപ്പുറത്തും പഠിച്ചിട്ടുണ്ടാവും, അനലൈസ് ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. എങ്ങനെ കളിക്കണം, ഇതാ കളിക്കണം. വിനീഷ്യസ് ജൂനിയറിനെയും റയനും പിടിക്കാനാണ് അധികം നോക്കുക. കാരണം ബ്രസീൽ ഇപ്പൊ വിങ്ങിക്കോടെ മാക്സിമം കട്ട് ചെയ്ത് ഉള്ളിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു ഇത് തടയാനായിരിക്കും ജപ്പാൻ നോക്കുക. ഇപ്പൊ ജപ്പാന്റെയും നല്ല നല്ല പ്ലേയേഴ്സ് ഈ മിഡ്ഫീൽഡിലുള്ളത്, അതും ബ്രസീലിനും കുഴപ്പം. അപ്പൊ എന്താ പറയാ, ഇത് ശരിക്കൊരു വാറായിരിക്കും. കാരണം ഈ കളി ഈ ഡ്രോ ആവാനൊരു ചാൻസും ഇല്ല. നമുക്ക് ജയിച്ചേ തീരും. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ റിനോ ഫുട്ബോൾ ബ്രസീൽ ഫാൻ ആണല്ലോ. റിനോ ഒരു സ്കോർ പ്രഡിക്ഷൻ പറയാമോ? ശരിയാവണമെന്നൊന്നുമില്ല, പ്രഡിക്ഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ 2-1 ബ്രസീൽ. 2-1. ശരി, അത് ബ്രസീൽ 2-1 ജയിക്കും. ആരായിരിക്കും ഗോൾ സ്കോറർമാർ? വിനീഷ്യസും നെയ്മാർ ഇറങ്ങി. എനിക്ക് നെയ്മാർ അടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. സന്തോഷമാണ്, അടിപൊളിയാണ്. ഓക്കെ, ഇനി ഞാൻ ഇന്നത്തെ മറ്റ് ചില മത്സരങ്ങളുടെ കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രമാണ്. ജർമ്മനി നെതർലൻഡ്സ് ടീമുകളും ഇന്ന് നോക്കൌട്ട് പോരിന് ഇറങ്ങുകയാണ്. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് പരാഗ്വയാണ് എതിരാളി. 2002 ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിലാണ് ലോകവേദിയിൽ ഈ 2 ടീമും ഏറ്റുമുട്ടിയിട്ടുള്ളത്. അന്ന് മറുപടിയില്ലാത്ത 1 ഗോളിന് ജർമ്മനി വിജയിച്ചു. ഫോക്സ്ബോറോയിൽ രാത്രി 2 മണിക്കാണ് മത്സരം. ഇനി രാവിലെ 6:30ക്കാണ് അടുത്ത മത്സരം. ജർമ്മനി പരാഗ്വേ മത്സരം കഴിഞ്ഞാൽ അത് നെതർലൻഡ്സും ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയും തമ്മിലാണ്. ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടമായി കണക്കാക്കണം. 2 ടീമും പരസ്പരം ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിൽ 2 തവണയും ഡച്ച് ടീമിനായിരുന്നു ജയം. 1 തവണ മൊറോക്കോ ജയിച്ചു. മെക്സിക്കോയിലെ മൊണ്ടേറയിലാണ് മത്സരം. അപ്പോൾ മൊറോക്കോ, നെതർലൻഡ്സ്, ഒപ്പം ജർമ്മനി, പാരഗ്വേ. റിനോ, ആദ്യത്തെ മത്സരത്തെ പറ്റി, ജർമ്മനി പാരഗ്വേ, അതൊരു ഈസി ത്രൂ ആയിരിക്കുമോ ജർമ്മനിക്ക്? ഈസിയാന്ന് പറയുന്നു, പക്ഷെ ഇവരൊക്കെയും ക്വാർട്ടർ എത്തിയിട്ടുള്ള ടീമുകളല്ലേ. അപ്പൊ ക്വാർട്ടർ വരുമ്പോ വ്യത്യാസമായി. ഇപ്പൊ നമ്മൾ ലീഗിൽ കാണുന്നതും ക്വാർട്ടർ കാണുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. പരകെ കുറച്ച് ജർമ്മനീനെ അപേക്ഷിച്ച് കുറച്ച് വീക്കായ ടീമാണ്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ക്വാർട്ടറിൽ എന്ത് സംഭവിക്കുന്നത്. ഇപ്പൊ നിങ്ങള് 2002 വേൾഡ് കപ്പിൽ ഇറങ്ങിയ ഫ്രാൻസ് എങ്ങനെ പുറത്തേക്ക് കണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം നമുക്ക്. അതെ, റൈറ്റ്, ഉറപ്പായിട്ടും. ഇനി എനിക്ക് തോന്നുന്നു ഈ ദിവസത്തെ ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു മത്സരം അത് മൊറോക്കോ എങ്ങനെ നെതർലൻഡ്സുമായി, ഒരു ആഫ്രിക്കൻ ശക്തിയും ഒരു യൂറോപ്യൻ പവർ ഹൗസും ഏറ്റുമുട്ടുമ്പോൾ എങ്ങനെയുള്ള ഫുട്ബോൾ ആയിരിക്കുമെന്നും എത്തരത്തിലായിരിക്കും അവർ കളത്തിലിറങ്ങുക എന്നൊക്കെ കാത്തിരിക്കണം. കഴിഞ്ഞ തവണ നമ്മൾ എല്ലാവരും കമന്ററി ബോക്സിലേക്ക് ഇരുന്നപ്പോൾ ഖത്തറിൽ വിസ്മയിപ്പിച്ചവരാണ് മൊറോക്കോ. അപ്പോൾ എന്താണ് ആ മൊറോക്കോ നെതർലൻഡ്സ് പോരാട്ടത്തിൽ എക്സ്പെക്ടേഷൻ റീനോ? എൻ്റെ ഒരു ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള മാച്ചാണ് ഈ മൊറോക്കോ വേഴ്സസ് നെതർലൻഡ്. കാരണം 2 ടീമും നല്ല ഫോമിലാണ്. ആഫ്രിക്കനിലായാലും ബെസ്റ്റ് ടീം ഇപ്പൊ മൊറോക്കോ അൺബീറ്റനിൽ പോയിരുന്ന ഒരു ടീമാണ്. അപ്പോ ആ ഒരു ടീമിനെ അടിക്കാന്ന് പറഞ്ഞാൽ നെതർലൻഡ് ഇപ്പോ ഓൾറെഡി നല്ല സക്സസ് ഉള്ള ഒരു ടീമാണ്. ഇപ്പൊ നെതർലൻഡ് ആയാലും നല്ല ഗോൾ സ്കോറിങ്ങും നല്ല ഇതിലും അവരും നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഏറ്റവും നല്ല ഗെയിം ശരിക്കും ഇന്നത്തെ ബ്രസീലിനെക്കാട്ടും ആക്ച്വലി ബെറ്റർ ആയിട്ടുള്ള ഒന്നും കൂടി ഗെയിം ഉണ്ടെങ്കിൽ അത് നെതർലൻഡ് വേഴ്സസ് മൊറോക്കോ ആയിരിക്കും. ഉറപ്പായിട്ടും. അതാണ് റീനോ സൂചിപ്പിച്ച പോലെ ഒരു മനോഹരമായിട്ടുള്ള മത്സരത്തിനാണ് വേദിയാകാൻ പോകുന്നത്. നെതർലൻഡ്സും ഒപ്പം മൊറോക്കോയും ഏറ്റുമുട്ടുമ്പോൾ
എന്താണ് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ റിനോ നേരത്തെ ബ്രസീൽ ടീമിന് 2-1 വിജയം പറയുന്നു. ജപ്പാൻ എത്രമാത്രം ശക്തമാണെന്നൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മൾ ഏറെക്കുറെ ഒരു 70% ആളുകളും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് റിനോ ആൻറ്റോ, ഇന്ത്യൻ ഇന്റർനാഷണൽ കമന്റേറ്റർ റിനോ ആൻറ്റോ ആണ് ഫുഡ് ഗോളത്തിൽ ചേർന്നത്. താങ്ക് യു ഫോർ ജോയിനിങ് അഗെയിൻ. എന്താണെങ്കിലും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.